കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കാം. ഇന്ന് കർത്താവ് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി ഒന്ന് പറയും. കാരണം എനിക്ക് 12 മണിക്ക് നിർത്തണം, 11:30 നിർത്തുമ്പോൾ നമുക്ക് അരമണിക്കൂർ ബാക്കി കർത്തമേശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ളിൽ ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ കൊച്ചുങ്ങളുടെ പുറകെ പോയെന്നാൽ ഇപ്പോൾ കൊച്ചുങ്ങളെ എടുക്കേണ്ട സമയമല്ല. ദയവായിട്ട് നിങ്ങൾ എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഈ സമയത്ത് കൊച്ചുങ്ങളെ എടുത്താൽ ഒമ്പതേക്കും തരതയ്ക്കും വേണ്ട. കൊച്ചുങ്ങളുടെ മനസ്സിലോട്ട് പോകരുത്, ക്രിസ്തുവിലേക്ക് തന്നെ നമ്മുടെ മനസ്സെ ആഗ്രഹമാക്കുക. ഇവിടെ നമ്മളിന്ന് വായിച്ചത് 8-9 വാക്യങ്ങൾ. ആർക്കെങ്കിലും ഒന്ന് ശബ്ദം വെച്ച് വായിക്കാം. 8, 9, 10 വാക്യങ്ങൾ. ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണം, അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനെ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് എനിക്ക് വിശദീകരിച്ചൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. നമുക്കറിയാം, കൊലോസ്യ ലേഖനം പൗലോസ് തടവറയിൽ കിടന്നുകൊണ്ടാണ് എഴുതിയത്. എപ്പഫ്രാസാണ് സഭ സ്ഥാപിച്ചത്. സഭയിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ തന്നെ രക്ഷയിലേക്ക് നയിച്ച ദൈവദാസൻ്റെ അടുക്കലേക്ക് ചെന്ന് ജയിലിൽ ചെന്ന് തന്നെ കണ്ട് തന്നെ ശുശ്രൂഷിച്ച് അവിടെ വെച്ച് തൻ്റെ ദുഃഖങ്ങളെല്ലാം പങ്കുവെച്ചു. പൊന്നു പാസ്റ്റേ, സഭയിലൊന്ന് വരണം, പക്ഷെ അങ്ങേക്ക് വരാൻ പറ്റത്തില്ലല്ലോ, അങ്ങേ ജയിലിലായിപ്പോയില്ലേ, ഞാൻ എന്ത് ചെയ്യും? സഭയിലെ ആൾക്കാർ പറയുന്ന അവരെല്ലാവരും കൂടെ ഒരു ഭാഗം തിരിഞ്ഞു. ക്രിസ്തു മാത്രമൊന്നും പോരാ, നമുക്ക് കുറച്ച് തത്വങ്ങളും കുറച്ച് പരിജ്ഞാനമൊക്കെ വേണം. ഇങ്ങനെ ക്രിസ്തു 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 ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറഞ്ഞ് പോയെന്നാൽ ശരിയാകത്തില്ല. തത്വജ്ഞാനവും വെറും വഞ്ചനയെ കൊണ്ട് അവരെ തകർത്ത് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് സഭ പോയി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് എന്താണ്? തത്വജ്ഞാനമാണ്, അറിവുകളാണ് നമുക്ക് വേണ്ടത്. അതിനെ ഞാൻ വിവരിക്കാതെ പോകട്ടെ. വഞ്ചിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയാണത്. അറിവുകളിലേക്കാണ് ഒരാളുടെ മനസ്സ് പോകുന്നതെങ്കിൽ അയാൾ ക്രിസ്തുവിനല്ല. അറിവിൻ്റെ ജീവവൃക്ഷത്തിൻ്റെയും നന്മത്തിന്മ തിരിച്ചറിയുന്ന അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഈ പുസ്തകത്തിനകത്ത് ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഈ ഫലങ്ങൾ വരിക. നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കും. നിങ്ങൾക്ക് വേണ്ട എന്തുവാ? അറിവല്ലേ വേണ്ടത്, അതോ ജീവനാണോ വേണ്ടത്? അറിവ് കൊല്ലും. അറിവ് പ്രാപിച്ച ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ മരിച്ചുപോയി. അറിവ് കിട്ടി, മരണവും കിട്ടി. ഹല്ലേലൂയ. ജീവൻ, അത് സമൃദ്ധിയായ ജീവനിലേക്ക് നയിക്കപ്പെടാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ അവർക്ക് ലേഖനം എഴുതുക കൊടുത്ത് എപ്പഫ്രാസിന്റെ കൈ കൊടുത്തു വിടാൻ വേണ്ടി എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കവർന്നുകളായാൽ സൂക്ഷിപ്പൻ, അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമല്ല. ഈ തത്വങ്ങളും തത്വസംഹിതകളും വഞ്ചനകളും കൂടെ സഭയ്ക്കകത്ത് കയറിയെന്ന് പറയുക, ഇത് ആദിപാഠമാണ്. ന്യായപ്രമാണത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, വചനത്തിൻ്റെ ആദ്യപാഠമുണ്ട്. ഇവിടെ പറയുന്ന ആദ്യപാഠം ലോകത്തിൻ്റെ ആദ്യപാഠമാണ്. എന്താ ഈ ലോകത്തിൻ്റെ ആദ്യപാഠം? ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിലേക്ക് വരുമ്പോൾ ക്രിസ്തു കുരിശിൽ മരിച്ചു എന്നൊക്കെ ശരിയാണ് കേട്ടോ. പക്ഷേ നിന്റെ ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ ആ സംഗതി പോക്കാം. നിന്റെ ജീവിതത്തെ നീ എന്ത് ചെയ്യണം? നീ വളരെ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും ഒക്കെ കൊണ്ട്, അതായത് നിന്റെ പ്രവൃത്തിയിലൂടെ, നിന്റെ അധ്വാനത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാമെന്നുള്ള നമുക്ക് വരുന്ന ഒരു തത്വസംഹിതയുണ്ട്. ഇന്നത്തെ പെന്റക്കോസ്റ്റ് ലൈനിലുള്ള പോപ്പുലർ പ്രീച്ചേഴ്സിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത് എനിക്കറിയാം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അനുഗ്രഹീതയായ ദൈവദാസി, അവർ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന് സിസ്റ്റമാറ്റിക്കലായിട്ട്, വളരെ സയൻറ്റിഫിക്കായിട്ട്, മനഃശാസ്ത്രപരമായിട്ട് പഠിപ്പിക്കുന്നു. എന്തൊരു സന്തോഷമുണ്ടെന്നറിയോ അവിടെ ഇരിക്കുന്നവർക്ക്. ആയിരക്കണക്കിന് ആൾക്കാരാണ് അവരുടെ ആ ഹോളിനകത്തിരിക്കുന്നത്. എങ്ങനെ വിശുദ്ധ ജീവിതം സാധ്യമാണ്,
അതിന് നിങ്ങൾ എങ്ങനെ ചെയ്യരുത്, എന്ത് ചെയ്യണം. ഇതാണ് തത്വജ്ഞാനവും വെറും വഞ്ചനയും. നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നി? അത് പിന്നെ വേണ്ടേ? നന്നായിട്ട് ജീവിക്കണ്ടേ? വിശുദ്ധിയോടെ ജീവിക്കണ്ടേ? വിശുദ്ധി പോരാ, ക്രിസ്തുവിനെ പോലെ ആയേ പറ്റൂ. അതിന് ഉപദേശം വേണ്ടേ? എന്താ ഉപദേശം? ഹല്ലേലൂയ. ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് തക്കവണ്ണം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകരുത്. എന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം വേണമെന്ന് പറയാം. ബൈബിളിനകത്ത്, പുതിയ നിയമത്തിനകത്ത് പഥ്യവചനമുണ്ട്. പഥ്യവചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ നിലവാരമനുസരിച്ചുള്ള പഥ്യമായ വചനമുണ്ട്. അതുപോലെ തന്നെ സാൻമാർഗിക ഉപദേശവും ബൈബിളിലുണ്ട്. വെറുതെ ഒരു വാക്യം ഒന്ന് വായിച്ച് നമുക്ക് ഒന്ന് മുന്നോട്ടൊന്ന് പോകുവാനായിട്ട് ഇടയായി തീരട്ടെ. 1 തിമോത്തിയോസ് 1-ാം അധ്യായം. തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച്. അതിൻ്റെ 5 മുതൽ വായിച്ചേ. 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ. ഇതൊന്ന് കേൾക്കണേ. ബൈബിളിന് പറയാൻ ഒറ്റ സന്ദേശമേ ഉള്ളൂ. ബൈബിളിന് പറയാനുള്ള ഒറ്റ സന്ദേശം അറിയാവുന്നവർക്കൊന്ന് പറയാമോ? ബൈബിളിന് പറയാനുള്ള ഒറ്റ സന്ദേശം നിത്യജീവൻ. നിത്യജീവൻ അത് നമ്മളോട് പറയുന്നതാണ്. പിന്നെ അഭിപ്രായമുള്ളവർ എന്തെങ്കിലും ബൈബിൾ പറയുന്ന സന്ദേശം എന്താണെന്നൊന്ന് പറയുന്നവർ ഇവിടെ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ കറക്റ്റ് ആൻസർ. ബൈബിളിനെ പറയാനുള്ളത് ദൈവം നമുക്ക് തരാൻ പോകുന്നത് ദൈവരാജ്യവും നിത്യജീവനുമാണ്. വേണ്ടത് ദൈവസ്നേഹമാണെന്നാണ്. ഇവിടെ അങ്ങനെയാണ് നമ്മൾ വായിച്ചത്. ഇപ്പം നമ്മൾ വായിച്ച ഭാഗത്ത് അങ്ങനെയാണ് വായിച്ചത്. എങ്ങനെ? അന്യത 3-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം മുതിർന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശം എന്തിനാണത് പറയുന്നത്? ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉണ്ടാകുന്ന ദൈവസ്നേഹം തന്നെ. അപ്പം എന്താണ്? സഭയ്ക്കകത്ത് ദൈവസ്നേഹത്തെ എല്ലാവരും അറിയണം. അതിനെന്ത് വേണം? ശുദ്ധ ഹൃദയം വേണം, നല്ല മനസാക്ഷി വേണം, നിർവ്യാജ വിശ്വാസം വേണം. ഇത് ഉണ്ടായാൽ എന്തുണ്ടാകും? നിങ്ങൾക്ക് ശുദ്ധ ഹൃദയമില്ല, നിർവ്യാജ വിശ്വാസമില്ല, നിങ്ങൾക്ക് എങ്കിലെന്ത് ചെയ്യും? നല്ല മനസാക്ഷിയില്ല, നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകത്തില്ല. സ്നേഹമുണ്ടാകണമെങ്കിൽ ഇത്രയും കാര്യം വേണം. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഉൾഭാഗത്ത് സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി വൃഥാപാദത്തിലേക്ക് തിരിയുന്നു. ചിലർ ഈ സ്നേഹമൊന്നും പഠിപ്പിക്കേണ്ടത് അതൊക്കെ ഞങ്ങളിലുണ്ടെന്ന് വിട്ടുമാറിയിട്ട് ധർമ്മോപദേഷ്ടക്കന്മാരാകുവാൻ ഇച്ഛിക്കുന്നു. ഈ ധർമ്മോപദേശം ബൈബിളിൻ്റെ ഉപദേശം അല്ല കേട്ടോ. ധാർമ്മികത പഠിപ്പിക്കുന്ന എങ്ങനെ ക്രിസ്തുവിൻ്റെ ഉപദേശമല്ലത്. ധാർമ്മികത എന്ന് പറയുന്നത് നമുക്കുണ്ട്, നമുക്ക് വേണം. ധാർമ്മികമായ നിയമങ്ങൾ അനുസരിച്ചാണല്ലോ ഇന്നത്തെ ഹിന്ദു, മുസ്ലിം, മറ്റ് ക്രൈസ്തവരെല്ലാം ധാർമ്മികമായ നിയമങ്ങൾ വെച്ച് നമ്മളെയൊക്കെ ധാർമ്മിക നിയമങ്ങൾ ജീവിക്കുന്നവരാ. അവരുടെ മനസ്സാക്ഷിയിൽ തന്നെ ഒരു ന്യായപ്രമാണം, ധാർമ്മിക നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഗവൺമെൻറ് എങ്ങനെ നമുക്ക് ഇന്ത്യൻ ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്ന നിയമം എന്താ? ഇവിടെ ഒരു മനുഷ്യനെ കൊല്ലരുതെന്ന. ഈ ധർമ്മോപദേശം പഠിപ്പിക്കാൻ ഇതല്ല ബൈബിൾ പറയുന്നത്. എന്താ ധർമ്മോപദേശവും? പിന്നെ അതിൻ്റെ
അതിൻ്റെ അപ്പം നമ്മളിപ്പോൾ വായിച്ച 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വെച്ചേ. 10-ാം വാക്യം. സത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റു ഏതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിന് ന്യായപ്രമാണമെന്ന് പറയുന്നത് പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനുമാണ് വെച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം എന്താ? പാപത്തിൻ്റെ പരിജ്ഞാനം ഉണ്ടാക്കുക. ന്യായപ്രമാണം ഇപ്പം നിങ്ങൾക്ക് ഞാൻ പാപത്തിൻ്റെ പരിജ്ഞാനം തരണോ? ഏതാണ് പാപം, ഏതാണ് ചെയ്യരുതാത്തത്, ഏതാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരണോ? നിങ്ങൾ ദൈവമക്കളല്ലേ? നിങ്ങൾക്ക് ചെവിക്ക് ഇമ്പം വരുന്ന തരത്തിലുള്ള എങ്ങനെ നന്നായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, നമുക്കൊന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റുകൂടെ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ കോപിക്കാതെ സംസാരിച്ചുകൂടെ, അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ന്യായപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വായിച്ചതുപോലെ എങ്ങനെ ധർമ്മോപദേശങ്ങൾ ഇന്നത്തെ ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മോപദേശമാണ്. അദ്ദേഹം പറയുന്ന നിങ്ങൾ വേദനിക്കരുത്, നിങ്ങൾ സന്തോഷിക്കേണ്ടവരാണ്, നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കണം, മറ്റുള്ളവരോട് നിങ്ങളുടെ ഹൃദയത്തിൻ മുഖം വാടിക്കാണിക്കരുത്, പകവെച്ചുകൊണ്ടിരിക്കരുത്. ഇതൊക്കെ ധർമ്മോപദേശമാണ്. അത് ബൈബിളിൻ്റെ ഉപദേശമാണോ? ബൈബിളിന് പറയാനുള്ള ഒറ്റ ഉപദേശം ഹല്ലേലൂയ പത്യോപദേശമാണ്. ഈ പത്യോപദേശത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അവിടെയാണ് നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്തിൻ്റെ ഒരു വാക്യം കൂടെ ഇതിനോട് ചേർന്ന്. ഇതിൻ്റെ 1 തിമോത്തി 6-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം 1 തിമോത്തി 6-ാം അധ്യായം 3-ാം വാക്യം വായിച്ചു. ഞാൻ വിവരിക്കുന്നില്ല. നിങ്ങൾ വിവേചനപരമുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും, ഇല്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനം, കർത്താവായ യേശു 4 സുവിശേഷങ്ങളിൽ പഠിപ്പിച്ച പത്യവചനം. ഈ പത്യവചനം യഥാർത്ഥമായി സഭയ്ക്ക് കൊടുത്തത് അപ്പോസ്തല പ്രവൃത്തി, റോമാലേഖനം മുതൽ അവസാനത്തെ പുസ്തകമാകുന്ന ലേഖനങ്ങളുടെ അവസാനത്തെ പുസ്തകമാകുന്ന യൂദാലേഖനം വരെ. അതാണ് പത്യവചനം. എങ്ങനെയാണ് ഒരാൾ ക്രിസ്തുവിനുള്ള പത്യോപദേശത്തിൽ വരുന്നതെന്ന് കാണിക്കുന്ന വചനമാണത്. ഞാനിപ്പോൾ ഇത് നാളുകളായിട്ട് പറയുന്നത് കൊണ്ട് പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പം പലർക്ക് സന്തോഷമില്ല. പറ്റുമെങ്കിൽ അവർ ഏതെങ്കിലും ഒരു വേറെ കൂട്ടാനേക്ക് ഒന്ന് പോകും. എന്നാൽ സന്തോഷം കിട്ടുന്നതല്ല നമുക്ക് പോകണം. ഇവിടെ സന്തോഷമില്ലല്ലോ. ഇവിടെ സന്തോഷമില്ലാത്തതുകൊണ്ട് ഇപ്പം ഈ ആഴ്ച ചിലരൊക്കെ വന്നിട്ടില്ല, അവർ വേറെ എവിടെ സന്തോഷം കിട്ടുന്നിടത്ത് പോകും. നമുക്ക് വേണ്ടത് എൻജോയ്മെൻ്റാണ്. നമുക്ക് വേണ്ടത് സ്നേഹമല്ല. ഈ സ്നേഹത്തെക്കുറിച്ച് പറയാൻ, പഠിപ്പിക്കാൻ, പറഞ്ഞിട്ട് ദൈവസ്നേഹത്തിലേക്ക് വരുത്താൻ ആർക്കും ഇഷ്ടമില്ല. അവിടെ എന്തുണ്ട്? ദൈവസ്നേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ വില കൊടുക്കണം. ഇതൊരു വിലയും വേണ്ട. നിങ്ങൾ ഒരാഴ്ച ജോസിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് പോയി, ഒരാഴ്ച നിങ്ങൾ മറ്റ് ഏതെങ്കിലും തിരുവല്ലയിലുള്ള കൂട്ടായ്മയ്ക്ക് പോയി, എന്നിട്ട് അതിനകത്ത് എനിക്ക് നിങ്ങളിൽ ചിലരെക്കുറിച്ച് അഭിമാനമാണ്. ഒരു സഭായോഗം എന്തെങ്കിലും ഇൻകേസ് വല്ല ക്ഷീണങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സഭായോഗത്തിൻ്റെ തലേന്ന് പോയിട്ട് പോരണം. സഭായോഗത്തിൻ്റെ അന്ന് പോയി വല്ലയിടത്തും പോയി എൻജോയ് ചെയ്യുന്നത് പത്യവചനത്തിന് വിരുദ്ധമാണ്. എന്ത് സെലിബ്രേഷൻ ആയിക്കോട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇപ്പം സുനിൽ ഇന്നലെ അവിടുന്ന് ഒന്നും ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഏതോ ഒരു സ്ഥലത്താണ്, അവിടുന്ന് വരാനായിട്ട് ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു പറ്റുമെങ്കിൽ ബസ്സിനെങ്കിലും വരണം. അപ്പോൾ അവിടുന്ന് അവരുടെ സാധനങ്ങളെല്ലാം വണ്ടിയിലിരിക്കുകയാണ്. അവിടെ തന്നെ ഒരു കൂട്ടായ്മയുണ്ട്. ആ സഭയിൽ പോകും. ഒരു ഇൻകേസ് ഒരു മനുഷ്യന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതല്ലാതെ നിവൃത്തി ഉണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് പോകണം. ഹല്ലേലൂയ. അതല്ലാതെ കണ്ട് പറഞ്ഞില്ലേ, നമ്മുടെ കൊച്ചു ചർച്ചിനെ കുറിച്ച് നിങ്ങൾക്കൊരു ആത്മഭാരവും ദൈവസ്നേഹവും വരണം. ഇവിടെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് വില കൊടുത്തേ പറ്റൂ. മറ്റേത് എൻജോയ്മെൻ്റാണ്. എന്താണ് നമ്മൾ പോകുന്നിടത്ത്? എൻജോയ്മെൻ്റ് അല്ലേ? ഒന്നെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ മറ്റു വിരുന്ന്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അല്ലാത്ത നീ ധർമ്മോപദേഷ്ടാവാണ്.
ധർമ്മം മാത്രമല്ല നിനക്ക് വേണ്ടത് പഥ്യവചനമല്ല. ദൈവമക്കളാകുന്ന നമ്മൾ പഥ്യോപദേശത്തിലാണ് നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞു പോകാനേ പറ്റൂ, ഇന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല, സമയമില്ല. അത്രമാത്രം വളരെ തീഷ്ണതയോടെ കേൾക്കേണ്ടതാണ്. 2 തിമോത്തി 4-ാം അധ്യായം. 2 തിമോത്തി 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതലത് വായിച്ചേ. മോനെടാ അന്ന് വെച്ച് മൈക്കിൽ അതാണ്, നീ വായിക്കണ്ട, ഇരുന്നോ അവിടെ ഇരുന്നു. പറഞ്ഞില്ലേ, അവർ പഥ്യോപദേശം പൊറുക്കത്തില്ല. സഭയിൽ പാസ് തരുന്നാലേ പഥ്യോപദേശം അത് പൊറുക്കാൻ പാടാ. ഇവിടെ ധർമ്മോപദേശമൊന്നും ഇല്ല. ഇവിടെ ധർമ്മോപദേശം ഈ ദൈവസഭയ്ക്കകത്തില്ല. ധർമ്മോപദേശം കേൾക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയാം. നമ്മുടെ ചാടി അങ്ങനെ വേണം, അങ്ങനെ തന്നെ വേണം. പറ്റുന്നുണ്ടോ? ഇന്നും സീറോയാ. കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ്. ഏത് നിങ്ങൾ സഭയിൽ പോയാലും അത് കർണരസം. നല്ല ഉപദേശം പഠിപ്പിക്കുന്ന സഭയാണെന്ന് വെച്ചു. ഈ സഭയിൽ നിന്നും മാറി നിങ്ങൾ മറ്റൊരു സഭയിൽ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശമല്ല ദൈവവചനം. അത് നിങ്ങൾക്ക് അറിവ് കിട്ടും. ദൈവസഭയിലെ കൂട്ടായ്മ മുടക്കിക്കൊണ്ട് ഒരാൾ പോകുന്നത് കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുക. ഇവിടുത്തെ പാസ്റ്ററുടെ പോരന്നേ, ഇവിടുത്തെ പാസ്റ്ററുടെ ഈ പരിപാടി പോരന്നേ. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുന്ന കാലം വരും. ഞാൻ എന്താണ് ഇത് വിരിച്ചു പറയേണ്ടതാണെങ്കിൽ ഞാൻ നിർത്തുക. സത്യത്തിന് ചെവി കൊടുക്കത്തില്ല. വേണ്ടത് ധർമ്മോപദേഷ്ടാവിനെയാണ് വേണ്ടത്. അനേക ഉപദേഷ്ടാക്കന്മാരെ എനിക്ക് വേണം. അതല്ലേ യൂട്യൂബിനകത്തൊക്കെ കയറിയതൊക്കെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ. ഞാനും യൂട്യൂബിനകത്ത് മെസ്സേജ് കേൾക്കുന്നയാളാണ്, യൂട്യൂബിനകത്ത് വചനം പഠിക്കുന്നയാളാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഇന്നും ഞാൻ സൂമിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സഭയുമായിട്ടുള്ള ബന്ധത്തിന് അപ്പുറത്തൊരു കാര്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കർണരസമാകുമാറ് പഥ്യവചനത്തെ വിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവസ്ഥാനത്തിൽ തന്നെ അകന്നു പോകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇനി എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിലേക്കൊന്ന് വരാം. റോമാലേഖനം 8-ാം അധ്യായം നിർത്തേ. റോമർ 8 അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിന് പാപനിമിത്തം വായിച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദയവായിട്ട് എന്നെ അല്പസമയം, ഞാനൊരു 15 മിനിറ്റ് എടുക്കുന്നു. നിങ്ങൾ എന്നോടൊന്ന് സഹകരിച്ചാണ്. നിങ്ങൾ എന്നോട് സഹകരിക്കുക എന്ന കർത്താവിനോട് സഹകരിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജഡത്താലുള്ള ബലഹീനത. എന്താ ജഡത്തിൻ്റെ ബലഹീനത? ജഡത്തിൻ്റെ ബലഹീനത എന്താണെന്ന് അറിയാവുന്നതെന്ന് പറയാം. ജഡത്തിൻ്റെ ബലഹീനത എന്താണ്? ജഡത്തിൻ്റെ ബലഹീനത ദൈവത്തോട് ശത്രുത, ജഡത്തിൻ്റെ ശത്രുത്വം, പാപം, ഓരോന്ന് പറയും. പിന്നെ അങ്ങനെ ഉണ്ടോ? എന്താ ജഡത്താലുള്ള ബലഹീനത? നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ബലഹീനത എന്താണെന്ന് വെച്ചാൽ, ജഡത്താലുള്ള ബലഹീനത എന്താ? ഇവിടെ ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ലോകത്താണോ നിങ്ങൾ? ഇവിടെ ഇല്ലെന്നേ പറഞ്ഞു. എനിക്കറിയാം ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ. എങ്ങനെയെങ്കിലും പറഞ്ഞതേ പ്രസംഗമില്ലാതിരുന്ന ഇവിടെ രക്ഷപ്പെട്ടു. അതാണ് നമ്മുടെ സന്തോഷം. ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ശുശ്രൂഷ. ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് ഇവർ 12 വയസ്സായി, 13 വയസ്സായി, 14 വയസ്സായി വരുമ്പോഴത്തേക്ക് ഇതിലൊരു കൊതിയാണ്. ഇവൻ 15 വയസ്സാവും, ഇവൻ 10ാം ക്ലാസ് കഴിയും, ഇവൻ 11 കഴിയും, 12 കഴിയും. എൻ്റെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലായി ഇവിടെ നിന്നും കൊണ്ട് അവർ ദൈവസ്നേഹത്തെ പഥ്യോപദേശം അവരനുസരിക്കും, പഥ്യോപദേശം പ്രസംഗിക്കും. പക്ഷേ ഇപ്പം കിട്ടുവരുന്നത് എന്തുവാ? എനിക്ക് കിട്ടുന്നത് പ്രതിഫലം അത് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഞാൻ വിതച്ചതല്ല, അത് വീട്ടിൽ നിന്ന് വിതയ്ക്കുന്ന
ഞാനിവിടെ അരമണിക്കൂർ വിതയ്ക്കുന്നല്ല കിട്ടുന്നത്. തിമോത്തിക്ക് കിട്ടണമെങ്കിൽ വീട്ടിൽ നിന്ന് വിതയ്ക്കുന്നത് കിട്ടണം. മോന് കിട്ടണമെങ്കിൽ വീട്ടിൽ നിന്ന് എന്ത് വിതയ്ക്കുന്നു അതേ കിട്ടത്തുള്ളൂ. ഞാനിവിടെ അരമണിക്കൂർ കേട്ട് അതെ, വീട്ടിൽ സ്വയത്തിനടിമപ്പെട്ട് പാപത്തിൽ ജീവിച്ച് ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരപ്പൻ പറയുന്നത് കേൾക്കുമോ? പരിശുദ്ധന്മാർ നയിക്കപ്പെടുന്ന പാസ്റ്റർ പറയുന്നത് കേൾക്കുമോ? എത്ര വിശുദ്ധന്മാരാണെങ്കിലും മക്കൾ അപ്പൻ പറയുന്നതിന് വഴിക്ക് പോകുന്നു. പാസ്റ്റർ പറയുന്നതിനെ ഒരല്പം കഴിയുമ്പോൾ അവർ തള്ളിക്കളയും. ഹല്ലേലൂയ. പക്ഷെ കോരഹ പുത്രന്മാർ അങ്ങനല്ലായിരുന്നു. കോരഹിൻ്റെ പുത്രന്മാർ അപ്പൻ്റെ ന്യായവിധി വന്നപ്പോൾ കൂടെ ചെന്ന് ചാടുകയല്ലായിരുന്നു, അവർ ഓടി രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നിങ്ങളുടെ അപ്പനും അമ്മയും വിതയ്ക്കുന്നത് നിങ്ങൾക്ക് കൊയ്യാൻ അവസരം ഉണ്ടാകണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. ഈ പത്യോപദേശമല്ല വിതയ്ക്കുന്നതെങ്കിൽ എടാ വെറുതെ ഇങ്ങനെ ഉഴപ്പി നടക്കിയതിന് 10 കാശുണ്ടാക്കണേ. ബൈബിൾ പറയുന്നത് കാശിനെ വിറക്കണമെന്നാണ്, ലോകത്തെ വിറക്കണമെന്നാണ്. ഉണ്ണാനും എടുക്കാനുണ്ടെങ്കിൽ മതിയെന്നാണ്. അപ്പനും അമ്മയും കൂടെ കഷ്ടപ്പെട്ട് ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞില്ലേ 10 കാശുണ്ടാക്കണം. പിന്നെ നമ്മുടെ ചിന്തയ്ക്കുന്ന ലോകപ്രകാരം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് തൊടണം. ഇവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാകട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഉരുകും. ഈ ലോകത്തിൻ്റെ ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു മാസം നിങ്ങൾ ചെയ്തു നോക്കിയേ. നിങ്ങളുടെ മക്കൾ നിങ്ങൾ വിട്, നിങ്ങൾ പറഞ്ഞത് അത് നിങ്ങൾക്ക് ജോലിയാണ് സമയമാണെന്ന് വിട്ട് നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടിയിട്ട് അവരെ എന്ത് കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു? നിങ്ങളെക്കാൾ ഇരട്ടി പാപത്തിന് അവരെ അർഹരാക്കിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്കൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടായി പറയും. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടരുത്. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുകയല്ല വേണ്ടത്. എന്തിനാണ്? ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണം. എടാ, ഞണ്ടും കുഞ്ഞുങ്ങൾ ഞണ്ട് നടക്കുന്ന പോലെ നടക്കത്തുള്ളൂ. ഞണ്ട് പുറകോട്ട് നടന്നാൽ പിന്നെ കുഞ്ഞുങ്ങൾ എങ്ങനെ നടക്കും? ഇവിടെ വന്നിട്ട് മറ്റു കുഞ്ഞുങ്ങളെല്ലാം കൂടെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ. എടാ, ഇവൻ വീട്ടിൽ ചെന്നിട്ട് പുറകോട്ട് നടന്നേ. ഇവൻ്റെ ശത്രു പാസ്റ്റാണെന്നേ, ഇവൻ്റെ ശത്രു വചനമാണെന്നേ. പിന്നെ ഇവനെ പറഞ്ഞ് ദൈവത്തെ തള്ളിക്കളയുവൻ. ഇന്നത്തെ തലമുറ, പെന്തക്കോസ്ത് തലമുറകളുടെ അവസ്ഥ അറിയാമോ? ഭയാനകമാണ്, ഭയാനകം. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്, ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്ന ഭാഗങ്ങൾ ജഡത്തിനൊരു ബലഹീനതയുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിർത്താം. ഈ ജഡത്തിന് സ്നേഹിക്കാൻ പറ്റത്തില്ല. സ്നേഹം ഇല്ലാത്ത ഒരു ജഡമാണ് എൻ്റെ ജഡം. അപ്പോൾ ജഡം എന്താണെന്ന് പറയണം. എന്താ ജഡം? ഈ ശരീരമാണ്. ജഡം ശരീരമാണ്. ഫ്ലഷ് എന്ന് പറയുന്ന ശരീരമാണ്. ഹല്ലേലൂയ. പാപം ചെയ്ത മനുഷ്യൻ്റെ ദേഹി വഷളാക്കപ്പെട്ടപ്പോൾ ആ ദേഹിയും അവൻ്റെ ശരീരവും കൂടെ ചേർന്ന ഒരു പ്രത്യേക അനുഭവത്തെയാണ് ജഡമെന്ന് പറയുന്നത്, ഫ്ലഷ് എന്ന് പറയുന്നത്. അതായത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട ദേഹി, അതുപോലെ തന്നെ ശരീരവും കൂടെ ചേർന്ന് ഉണ്ടായി വരുന്ന ഒരു പ്രത്യേക സ്വഭാവ വിശേഷമാണ് ജഡ സ്വഭാവം എന്ന് പറയുന്നത്, ജഡത്തിൻ്റെ ചിന്തയെന്ന് പറയുന്നത്. അപ്പം അതും ഞാൻ വിരിച്ചു പറയാൻ മനസ്സിലാക്കിയുള്ളൂ. ജഡത്തിനൊരു ബലഹീനതയുണ്ട്. ജഡത്തിൻ്റെ ബലഹീനത എനിക്ക് സ്നേഹമില്ലെന്നുള്ള. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ നഷ്ടപ്പെട്ടത് ദൈവസ്നേഹമാണ്. അവനെ കിട്ടിയത് സ്വയസ്നേഹമാണ്. അവനെ കിട്ടിയത് സ്വസ്നേഹമാണ്. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായി തീരും. മനുഷ്യ സ്വസ്നേഹികളായി മാറി. നിങ്ങളെ ഒന്ന് തൊട്ടാൽ പറഞ്ഞില്ലേ വിവരം അറിയും. നിങ്ങളുടെ തെറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ വിവരമറിയും. ഹല്ലേലൂയ. എല്ലാം മൂടിപ്പൊറിഞ്ഞ് കേൾക്കാനാണ് ഇഷ്ടം. ഹല്ലേലൂയ. ആദാമിനോട് ചോദിച്ചപ്പോൾ ആദ്യത്തെ ചോദ്യം, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ? ഞാനല്ല കൂടെ ഒരുത്തിയെ തന്നിട്ടുണ്ടല്ലോ, അവൾ എന്നെ ചതിച്ചു. ഓ ആയിക്കോട്ടെ. സ്ത്രീയോട് ചോദിച്ചു, ശരിയാണോ, നീയാണോ ഈ പറിച്ചു കൊടുത്തത്? അയ്യോ ഞാനുമല്ല, അപ്പുറത്ത് ഒരുത്തൻ നിപ്പുണ്ട്, നീ ഇവിടെ ഒരുത്തരെ പുറത്തെത്തിയല്ലേ, അവനകത്ത് കയറി. അവനാണ്. മനുഷ്യനെ സ്നേഹിക്കാനുള്ള കഴിവില്ല. സ്നേഹിക്കാൻ കഴിവില്ലാത്ത മനുഷ്യനെ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാകുന്ന സ്നേഹം മനുഷ്യനായി വന്ന കൃപ ജഡമെടുത്തു വന്ന യേശുവിലൂടെ എൻ്റെ അകത്ത് തന്ന ഒരു ദൈവകൃപയാണ്. കൃപയുടെ അത്യന്ത ധനം, സ്നേഹത്തിൻ്റെ ഒരു ധനം എൻ്റെ അകത്ത് തന്നു. എനിക്കിപ്പോൾ
ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് ഞാൻ തെളിയിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ കാവൽക്കാരനാണ് ഞാൻ. ഞായറാഴ്ച കഴിഞ്ഞ ആഴ്ച പോയതാ കൂട്ടുകാരൻ്റെ കാവൽക്കാരൻ. അവരുടെ നമ്പരും മറന്നുപോയി, ഡിലീറ്റായി. ആ ഫോൺ കേടായിപ്പോയി. ഇപ്പം വിളിക്കാൻ അറിയത്തില്ല, സഭയിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല. പിന്നെ പല എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ. എന്നിട്ട് പറയൂ, ഇങ്ങനെ മാത്രം പറയല്ലേ, ഞങ്ങൾക്ക് ദൈവസ്നേഹമില്ലെന്ന് പറയരുതേ. ഹല്ലേലൂയ. മാഗി 3 ആഴ്ച പനിയും വിമ്മിഷ്ടവുമായിട്ട് കിടന്നു. ഒന്ന് കാണാൻ, എന്തൊരു സ്നേഹമാണെന്ന് പറഞ്ഞൂടെ, ഒന്ന് കാണാനായിട്ട്. ശരി, അവിടെ കഷ്ടപ്പെട്ട് ചെയ്തെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒന്നന്വേഷിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പലരുടെയും ദുഃഖങ്ങളും വേദനകളും എനിക്ക് കാണാനോ അറിയാനോ ഒരു മനസ്സില്ലാത്ത സാഹചര്യത്തിലായിപ്പോയി. പേരെന്തുവാ? പെന്തക്കോസുകാർ. ഹല്ലേലൂയ. ദൈവസ്നേഹം. ഞാനൊന്ന് പറഞ്ഞിട്ട് വേഗം, സമയം പോകുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് പറയാൻ നിർത്താം. കർത്താവ് പറഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ, കൊലപാതകം ചെയ്യരുത്, അല്ലേ? കൊലപാതകം ചെയ്യരുത്. ഈ കൽപ്പന അനുസരിക്കുന്നതുണ്ട്. ഈ കൽപ്പന കൊലപാതകം ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നവർ മാത്രം ഒന്ന് കരം ഉയർത്തുക. നിങ്ങൾ ഇതെല്ലാം കൊലപാതകം ചെയ്തതാണോ? നിങ്ങളെല്ലാവരും കൊലപാതകം ചെയ്തതാണോ? അപ്പോൾ അതായത് സ്നേഹമുണ്ടെങ്കിൽ കൂട്ടുകാരനെ കൊല്ലുമോ? കൊല്ലത്തില്ല. സ്നേഹമില്ലാത്തതുകൊണ്ടാണ് കൊലപാതകം ചെയ്യുന്നത്. സ്നേഹമുള്ളവരാരെങ്കിലും തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊല്ലുമോ? മൃഗങ്ങൾ പോലും, പക്ഷികൾ പോലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന സ്നേഹം നമുക്കറിയാം. എന്നാൽ കൊലപാതകം ഒരു മനുഷ്യൻ്റെ വന്നപ്പോൾ മുഖത്തേക്കൊന്നും നോക്കില്ല, ഒന്ന് കൈ കൊടുത്തില്ല. ധർമ്മോപദേശം എന്താ? നീ കൊലപാതകം ചെയ്യരുത്. പ്രൈസ് ലോർഡ്. കർത്താവേ, ഞാൻ ആരെ കൊന്നിട്ടില്ലേ? ഞാൻ കർത്താവേ, എൻ്റെ മുമ്പിൽ ആരും ചത്തതില്ലേ? ചത്തവരുടെ ഗന്ധം അടിക്കുക, ചത്തവരുടെ ഗന്ധം കൊണ്ടടിക്കുക, കൊന്നവരുടെ. ഇവിടെ എന്തെല്ലാം ശുശ്രൂഷ മോനെ തന്നിട്ടുണ്ട്, എത്ര പേരെ സ്നേഹിക്കാനുണ്ട് ഇവിടെ. ഹല്ലേലൂയ. ഈ സ്നേഹിക്കേണ്ട സ്ഥാനത്ത് ഇവിടെ ഒരു യൗവനക്കാരൻ, 18 വയസ്സായിരിക്കുന്ന +2 പഠിക്കുന്ന ഒരു യൗവനക്കാരൻ, ഇന്ന് ആൻറ്റി സുഖമില്ലാതെ കൊണ്ട് വന്നില്ല, ആൻറ്റിയുടെ മോനോട് വന്നു നിന്നു. ഒറ്റയ്ക്ക് ആ മനുഷ്യൻ ഇവിടെ നിന്നു സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കും. എങ്ങനെ? അദ്ദേഹം ഒറ്റയ്ക്കൊരു ചെറുപ്പക്കാരൻ നിന്നു. അദ്ദേഹം അവിടെ ഹൈദരാബാദിൽ പോയിരുന്ന ചർച്ചിൽ അവരൊന്ന് പുതിയൊരാളെ കണ്ടാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. എവിടെ വീട്, എന്തുണ്ട് വിശേഷങ്ങൾ, എങ്ങനെയാണ്? ഇതെൻ്റെ ചേട്ടനും ചേച്ചിയുണ്ട് ഇവിടെ, അവരോടുള്ള ബന്ധം. അല്ലാണ്ട് പുറത്തുനിന്ന് വരുന്നവരെ കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ ജോലി. കൊല്ലുക. ഈ കൊന്നോ? മിണ്ടാതെ പോയില്ലേ? കൈ തരാൻ വന്നപ്പോൾ മിണ്ടാതെ പോയില്ലേ? ഇവിടെ ഒന്ന് ശ്രദ്ധിയേ. നീ ചിരിച്ചില്ലല്ലോ, വന്നപ്പോൾ തിരിഞ്ഞങ്ങോട്ട് പോയില്ലേ? എത്ര കൊലപാതകമാണ് ചെയ്തെന്നറിയാമോ? ഇതാണ് പഥ്യവചനം. പഥ്യവചനവും ധർമ്മവചനവും തമ്മിൽ വ്യത്യാസം. ധർമ്മോപദേശവും പഥ്യോപദേശവും തമ്മിൽ വ്യത്യാസം എന്താ? ഇവിടെ പാസ്വേഡ് മിണ്ടത്തിൽ പോകാൻ നേരത്ത് അകളെ ഞങ്ങളൊന്ന് പോവുകയാണ്, താഴെ 10-40 പേര് വന്ന് കൂട്ടായ്മയ്ക്കകത്ത് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ മനസ്സില്ലാത്ത എന്ത് പഥ്യോപദേശമാണ് നിനക്ക് വേണ്ടത്? ഹല്ലേലൂയ. ഹാർദവുമായിട്ട് അടുത്തിരിക്കുന്ന സ്നേഹിതനെ ഒന്ന് അവൻ്റെ വിശേഷം അന്വേഷിക്കാൻ, ദുഃഖം അന്വേഷിക്കാൻ, അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ കഴിയാത്ത ഞാൻ എന്ത് പഥ്യവചനം പോട്ടെ. നമുക്ക് മോഹമുണ്ടോ? ദുർമോഹം. നമ്മൾ കൊലപാതകയില്ല. നല്ലൊരു പങ്ക് പറഞ്ഞില്ലേ, ഓരോ ദിവസവും നമ്മൾ കൊല്ലുന്നവരുടെ കണക്കെടുത്ത് നോക്കണം. ഈ പഥ്യോപദേശം കേൾക്കാൻ അത്ര നിസ്സാരമൊന്നുമല്ല. ഹല്ലേലൂയ. ഒന്നും മിണ്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് മിണ്ടത്തില്ല. ഒരു ഇത്രയും കാര്യം മതി. പിന്നെ നമ്മുടെ ബന്ധമൊക്കെ നഷ്ടപ്പെട്ടു എന്നിട്ട് പറയുമോ ഞാൻ ആരെയും കൊന്നിട്ടില്ല? മോഹം വല്ലതും ഉണ്ടോ? മോഹിക്കേണ്ടതിനെ എന്തിനെയൊക്കെ മോഹിക്കരുതെന്നാ? സ്ത്രീയെ മാത്രമാണ് മോഹിക്കേണ്ടാത്തത്. സ്ത്രീയോട് മാത്രമാണോ വ്യഭിചാരമെന്ന് പറയുന്നത്? ഹല്ലേലൂയ. സ്വയത്തെ സ്നേഹിക്കുന്ന, എന്നെ വേദനിപ്പിച്ചാൽ, എന്നോടൊന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, പാസല്ല മോശയാണെന്ന് പറഞ്ഞാൽ ശരി, എന്നെ ഞാൻ ചോദിച്ചിരിക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ വിഗ്രഹം. നമ്മൾ അങ്ങനെ ബിംബങ്ങളെ ആരാധിക്കാത്തവരാ, പക്ഷേ സ്വയത്തെ ഒന്ന് പിടിച്ചു നോക്കട്ടെ, ഇത് തൊട്ട് നോക്കട്ടെ, ഒരു തെറ്റ് പറയട്ടെ, ഒരു കുറവ് ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടുന്ന് പോകുന്ന പോക്ക്
ഇനി ഈ സഭയിലേക്ക് പോകണ്ട. കർത്താവ് ഭാര്യയോട് പറയുക, ഇനി നമുക്കിവിടെ വരണ്ടടി. കാരണം ഈ പാസ്റ്റർ പറയുന്ന മുഴുവനും വചനവിരുദ്ധമാണ്. ബൈബിൾ പറയുന്നു, നിന്നെ തന്നെ വെറുത്ത് നിന്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. നിന്റെ സ്വയം നിന്റെ വിഗ്രഹമാണ്, അത് വിഗ്രഹാരാധനയാണ്. ഇതെവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? എൻ്റെ കാര്യമാണ് വലുത്. എൻ്റെ കാര്യത്തെക്കാൾ വലുതായിട്ട് കൂട്ടുകാരൻ്റെ കാര്യം നോക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കൂട്ടുകാരൻ്റെ ദുഃഖങ്ങളെ അറിയുന്ന എത്ര പേരുണ്ട്? സഹോദരങ്ങളെ, ഇതല്ലേ ദൈവസ്നേഹം? ഇതല്ലേ ദൈവസ്നേഹം? അപ്പോൾ പത്യോപദേശം എന്താണെന്നും, കോപിച്ചാൽ പാപം ചെയ്യരുത്. നമുക്ക് കോപം, നമ്മുടെ കോപം പുറത്ത് കാണിക്കുമോ? പെന്തക്കോസ്തുകാർ കോപം പുറത്ത് കാണിക്കുന്നവരെന്ന് ഒന്ന് തോന്നു കാണിച്ചേ. അപ്പോൾ അത് കോപം പുറത്ത് കാണിക്കുന്നത് ഉണ്ടെന്ന് കാണിക്കും, പ്രതികാരമില്ല. ഇല്ല, കോപം ഉണ്ടെന്ന് കാണിക്കും. അതൊരു പച്ച സ്വഭാവമാണ്, ഉള്ളത്. പക്ഷേ അതാണോ പത്യോപദേശം? കോപിക്കരുത്. ഹല്ലേലൂയ. പിന്നെ കോപിച്ചാൽ കോപിക്കരുത്, മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ 10 കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ ഒന്ന് ചൂണ്ടിക്കാണിക്കണം. ഒന്ന് നിങ്ങൾ കാണിക്കണം, എന്നെ ചൂണ്ടണം. ഞാൻ ഈ 10 കൽപ്പനയിലും ലംഘിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ പത്യോപദേശത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ധർമ്മോപദേഷ്ടാവല്ല. എന്നിൽ നന്മയില്ലെന്ന് റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം 21-ാം വാക്യം പറയുന്നു. എന്നിൽ നന്മ വസിക്കുന്നില്ല. ആരെങ്കിലും നന്മ വസിക്കുന്നുണ്ടോ ആരുടെയെങ്കിലും ഉള്ളിൽ? ഒന്ന് വായിച്ചേ, ഞാനൊന്ന് വായിക്കാം. റോമർ 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഞാൻ വായിക്കാം. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. രക്ഷിക്കപ്പെട്ട ഒരാൾ പറയുക, പൗലോസ് പറയുക, എന്നിൽ പാപം വസിക്കുന്നു. ഹലോ, പാപം വസിക്കാത്തവരെന്ന് കടന്നു ഉയർത്തിക്കേ. കർത്താവ് വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ പാപം വസിക്കുന്നു. അതെന്താ, എവിടെയാണ് വസിക്കുന്നത്? ഹലോ, 21-ാം വാക്യം. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് അല്ല, അതിൻ്റെ 20-ാം വാക്യം. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അപ്പൊ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു. ഇത് മനസ്സിലായവർ മാത്രം. ഇത് മനസ്സിലായ, ഇച്ഛിക്കാത്തതിനെ ചെയ്തു പോകുന്ന ഒരു പ്രകൃതി നിങ്ങൾക്കുണ്ടോ? വേണ്ടെന്ന് വെച്ചു, ഇച്ഛിക്കുന്നില്ല, ഒരിക്കലും ചെയ്യരുതെന്ന് വെച്ചു, ചെയ്യണമെന്ന് വെച്ചു, സാധിക്കുന്നില്ല എന്ന പരിതാപകരമായ ഒരു വേദന നിങ്ങൾക്കുണ്ടോ? വെള്ളിയാഴ്ച പോകണമെന്ന് ഇവിടെ വെച്ച് അങ്ങ് തീരുമാനമെടുക്കും. പക്ഷേ വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോൾ സാത്താൻ കയറി പിടിക്കും. അല്ല കുഞ്ഞെ, നിന്റെ ഉള്ളിലുള്ള പാപമാണ് അതിൻ്റെ പിന്നിൽ. പാപമാണ് നിന്റെ അകത്ത് വസിക്കുന്നത്. പാപമാണ് നിന്നെ കടക്കാരനാക്കുന്നത്. നിനക്ക് പറ്റത്തില്ല വെള്ളിയാഴ്ച പോകാൻ. അതേസമയത്ത് ആശുപത്രി പോകാനാണെങ്കിൽ ഞൊണ്ടിയാൽ ചെയ്യും. ആരെയോ പോയി നടുവേദന പിടിച്ചുകൊണ്ടിയാൽ ആശുപത്രി കിട്ടുന്ന സ്റ്റെപ്പ് കയറാൻ വയ്യ, പോവും. പക്ഷേ സഭയ്ക്കകത്ത് വരാൻ പറഞ്ഞാൽ അതൊന്ന് പൊളിക്കും. എന്ന് വെച്ചെന്നാൽ ഇത് രോഗം വരത്തില്ല. ആർക്കാണ് കഷ്ടം വരാത്തത്, രോഗം വരാത്തത്? ആണെന്നേ. അപ്പോൾ ദൈവത്തെ കൂടെ ശ്രദ്ധിച്ചൂടെ? ആത്മീയ കാര്യങ്ങളും കൂടെ ചെയ്തുകൂടെ? നിങ്ങളുടെ അകത്ത് പാപം വസിക്കുന്നുണ്ടോ? ഇത് മനസ്സിലായവരൊന്ന് കടമേർത്തിക്കേ. പാപം എൻ്റെ അകത്ത് താമസിക്കുന്നുണ്ടെന്നുള്ളവരൊന്ന് കടമേർത്തിക്കേ. അതെ. അപ്പം യേശു ഇവിടെ വസിക്കുന്നു. രണ്ടുപേരും അതൊന്ന് പറഞ്ഞത് സമയത്ത് തീർന്നു. കർത്താവ് നമ്മുടെ ആത്മാവിൽ വന്ന്, പരിശുദ്ധാത്മാവിനാണ് വന്ന് താമസിക്കുന്നത്. ആത്മാവിലാണ്, മനുഷ്യാത്മാവിൽ കർത്താവ് വന്ന് താമസിക്കുന്ന അവനെയാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നയിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ദേഹീ മണ്ഡലത്തിൽ പഴയ പരിചയക്കാരനാകുന്ന പാപമാണ്. അവനാണ് പാപത്തിൽ വസിക്കുന്നെന്ന് പറയുന്നത്. നമ്മുടെ ദേഹീ മണ്ഡലം പാപത്തിൻ്റെ വാസസ്ഥലമാണ്. അല്ലെങ്കിൽ ഈ ദേഹീ മണ്ഡലത്തിന് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. ഇത് നീ അങ്ങനെ ചെയ്യരുത്. വെള്ളിയാഴ്ച രാവിലെ എന്ത് കഷ്ടമാണെങ്കിലും നീ സഭയ്ക്ക് പോകണം. പോകാത്ത നീ ഹല്ലേലൂയ. 84 സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം അറിയാവുന്ന ഒരു കടമീർത്താമോ? ഹല്ലേലൂയ. അന്നമുഖം മാത്രം അറിയാം. 84 സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്കാണ് നല്ലത്. അതേ പകുതിയാണ് പറഞ്ഞത്. അതിൻ്റെ മുൻപ് ഹല്ലേലൂയ. അപ്പം 10-ാം വാക്യത്തിൽ പകുതിയാണ് ഞാൻ പറഞ്ഞത്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുക. ഏതാ ദൈവസഭ വരാത്തതെല്ലാം
പറഞ്ഞില്ലേ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ. എന്താണ് ദൈവസഭ വന്നാൽ? എൻ്റെ ആലയത്തിലൊരു വാതിൽക്കാവൽക്കാരോ. ഇവിടുത്തെ വാച്ചറായിട്ട് ജോലി ചെയ്തിട്ട് എനിക്ക് വലിയ കൂലിയൊന്നും വേണ്ട. ഇവിടുത്തെ ചെരുപ്പ് നോക്കിയിട്ട് എനിക്ക് വലിയ ജോലിയൊന്നും വേണ്ട. വാതിൽക്കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തം അറിയാമോ? കാവൽക്കാര രാത്രി എന്തായാലും ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. കാവൽക്കാരനാണ് ദുരുപദേഷ്ടക്കന്മാരെ അകത്തുവിടാത്തവർ. ദുരുപദേഷ്ടക്കന്മാരെ അകത്തുവിടത്തില്ല. അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിന് വാതിൽക്കാവൽക്കാരുണ്ട്. ആ വാതിൽക്കാവൽക്കാരുടെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ള ഒന്നും അശുദ്ധമായതൊന്നും അകത്തേക്ക് വിടത്തില്ല. ഇവിടെ കാവൽ ചെയ്യാൻ ഒരാളെ ഞാൻ നോക്കുക. കർത്താവ് പറയുക, എഹെസ്കേൽ 22:22 വായിക്കുന്നു, ഒരാളെ ഞാൻ നോക്കുന്നു. ഹലോ, 22:30 വായിക്കുന്നു. എങ്ങനെ? ഒരാളെ ഞാൻ നോക്കുന്നു എനിക്ക് വേണ്ടി ഒന്ന് കാവൽ ചെയ്യാൻ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ. കാവൽക്കാരൻ വീട്ടിലിരുന്ന് കർത്താവെ രക്ഷിക്കണം പ്രാർത്ഥിക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ. ഇവിടെ നിന്ന് കാവൽ ചെയ്യുമ്പോൾ നിനക്ക് ഉറക്കം കിട്ടത്തില്ല, നിനക്ക് മയങ്ങാൻ പറ്റത്തില്ല, നിന്നെ കുറ്റപ്പെടുത്തും, നിന്നെ പലരും ഉപദ്രവിക്കും. കാരണം അവർക്ക് പലതും കയറണം ഇവിടെ. ഹല്ലേലൂയ. ഇതുപോലെ ഞാൻ പറഞ്ഞത് പഥ്യവചനം എന്താണ്, കർണരസമാകുമാറുള്ള വചനം എന്താണ്, ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. അത് ധർമ്മോപദേശമാണ്. നന്നായിട്ട് ജീവിക്കണേ, അല്ലെങ്കിൽ ദൈവകൂപം വരും കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അനുഗ്രഹമൊന്നും കിട്ടത്തില്ല കേട്ടോ. ധർമ്മോപദേഷ്ടക്കന്മാരാകാനാണ് ഇന്നത്തെ പാസ്റ്റർമാർക്ക് ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾ തന്നെ വേണ്ടി കിടക്കുക. എന്താണ്? ഞാൻ തുറന്നു പറയാം, ഈ സ്നേഹത്തിൻ്റെ പരിപൂർണത അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിൽ നിങ്ങൾ പരിപൂർണ്ണ. ഞാൻ നിർത്തട്ടെ, വ്യാഖ്യാനിച്ച് പറയേണ്ടതാണ്. വേണമെങ്കിൽ അടുത്ത ആഴ്ച കൂടി ഈ ഭാഗം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവും. എന്നെ ദയവായി ശ്രദ്ധിച്ചാൽ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഹലോ, ലോകമുണ്ടാക്കപ്പെടുന്നതിന് മുമ്പ് ആദാമിലുണ്ടായിരുന്ന നമ്മളെ എല്ലാവരെയും ലോകമുണ്ടാക്കപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുവിലായിരുന്നു നമ്മൾ. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം അറിയാമോ? അവൻ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പം ലോകമുണ്ടാക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അവനിലുണ്ടായിരുന്നു. ലോകമുണ്ടാക്കിയപ്പോൾ നമ്മൾ ആദാമിൽ വന്നു. ഹല്ലേലൂയ. എൻ്റെ വലിയമ്മച്ചൻ ആരാ? ആദാം. എൻ്റെ വലിയമ്മച്ചി ആരാ? ഔവ്വ. ഔവ്വയുടെ സകല പ്രയത്നഫലവും സകല അധ്വാന ഫലവും എനിക്കുള്ള. ആദാം ഉണ്ടാക്കിയതിൻ്റെ ഓഹരിക്കാരനാണ് ഞാൻ. ഇതൊക്കെ കിട്ടുന്നത് അറിയാമോ? ഈ കാണിക്കുന്ന മുഴുവൻ അതാ ആദാമിൻ്റെ ഓഹരിയ. ആദാമിൽ എല്ലാവരും പാപികൾ, ആദാമിൽ എല്ലാവരും ശാപഗ്രസ്തർ. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൽ എന്ത് ചെയ്തു? യേശു വന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നതിന് എന്ത് സംഭവിച്ചു? ആദാം എന്നും നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഞാൻ ചോദിച്ചാൽ പറയാം, ഈ സത്യം പത്യോപദേശം കേൾപ്പിക്കത്തില്ല. സത്യം പത്യോപദേശം പറഞ്ഞു വരുന്നത്, ധർമ്മോപദേശമല്ല ഞാൻ പറയുന്നത്. ആദാമിലുണ്ടായിരുന്ന സകല പാപികളെയും ക്രിസ്തു ലോകത്തിൽ വന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദാമിലുള്ള എന്നെ, ആദാമിലുള്ള നിങ്ങളെ ക്രിസ്തുവിലാക്കി. ഇപ്പൊ നമ്മളിവിടെ ഈ പുസ്തകത്തിനകത്ത് ഞാനൊരു 100 രൂപയുടെ നോട്ട് എടുത്ത്, ഇപ്പം നോട്ട് പുസ്തകത്തിനകത്താണ്. ഇപ്പം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എവിടാ? ക്രിസ്തുവിൽ. എന്തു പദവിയാണെന്നറിയാമോ ക്രിസ്തുവിൽ കിട്ടിയിരിക്കുന്നത്? ക്രിസ്തുവിലുള്ള സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾക്കും ഞാൻ അവകാശിയായി തീർന്നു. ഞാൻ ക്രിസ്തുവിലായി. ഇതാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന പത്യോപദേശത്തിൻ്റെ 1-ാമത്തെ ഭാഗം. 2-ാമത്തെ ഭാഗം, ക്രിസ്തുവിലായതുകൊണ്ട് വിജയകരമായ ജീവിതമൊന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ. നീ ക്രിസ്തുവിലായി, പക്ഷെ ക്രിസ്തു നിന്നിലായിട്ടില്ല. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കണം. ഇതിന് നമ്മൾ പറഞ്ഞില്ലേ, അതിന് ഒരു സമർപ്പണം വേണം. കർത്താവേ, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഇപ്പോൾ തുറന്നു പറയാം, ക്രിസ്തു ഇല്ലാത്ത ജീവിതം നയിക്കുന്ന എൻ്റെ മുൻപിലിരിക്കുന്ന അനേക ദൈവമക്കൾ നയിക്കപ്പെടുന്നു. നീ ക്രിസ്തുവില. മനസ്സിലായോ? ഇവിടെ എൻ്റെ മുഖത്തേക്ക് നോക്ക്. നീ ക്രിസ്തുവില. അത് ക്രിസ്തു നിന്നിലില്ല. നിന്റെ ആരാധന ഇരിപ്പ് കണ്ടറിയാം, നിന്റെ ഉപവാസ പ്രാർത്ഥന കണ്ടറിയാം, ഹല്ലേലൂയ, നിന്റെ ബൈബിൾ ധ്യാനം കണ്ടറിയാം. കാരണം നീ ന്യായപ്രമാണം
അനുസരിക്കാൻ പറ്റുന്നൊരു ശരീരം, സ്നേഹിക്കാൻ, ദൈവസ്നേഹത്തെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ശരീരം നിനക്കില്ല. ഇതിനെ ക്രിസ്തുവിൻ്റെ ശരീരമാക്കി മാറ്റുന്നു. ഗലാത്യർ 2-ാം അധ്യായത്തിൻ്റെ 20, 21, 22 വാക്യം മാത്രം ഒന്ന് വായിച്ചിട്ട് ഞാൻ അങ്ങ് നിർത്തുക. ഗലാത്യർ 2-ാം അധ്യായം, ഞാനൊന്ന് വായിക്കാം. 20, 21 വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹലോ, ഇതാണ് പത്യോപദേശം, പത്യവചനം കേട്ടോ. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടോ? ഇപ്പോഴും ആവശ്യം വന്നാൽ നാക്ക് പൊങ്ങൂ. അത്യാവശ്യം വന്ന നാക്കിൽ വേണ്ടാത്ത വാക്കുകളിലും വരൂ. അത് ക്രൂശിക്കപ്പെട്ടോ? ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടോ മോളെ? ആ കൈകളിൽ ആടി അടിച്ചതെന്ന് കാണണം. ഈ സത്യം നമ്മൾ ഏറ്റുപറയണം. അങ്ങനെ എണ്ണുക. ഞാൻ അവനോടുകൂടെ മരിച്ചിരിക്കുന്നു നമ്മൾ ഓരോ നിമിഷവും എണ്ണിക്കൊണ്ട് ജീവിക്കണം. അയ്യോ, എനിക്ക് കൈവെക്കാൻ പറ്റത്തില്ല, എനിക്കിനി നാല് പൊക്കാൻ പറ്റത്തില്ല, എനിക്കിനി കണ്ണുകൊണ്ട് ഭാവിച്ച് എന്നെ തന്നെ ഞാൻ പത്യോപദേശത്തിൽ നടത്തണം. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, പിന്നെ ഇനി ജീവിക്കുന്നത് ഞാനല്ലല്ലോ, ക്രിസ്തുപത്രേനിൽ ജീവിക്കുന്നു. എന്നിട്ട് ഒരാൾ ചോദിക്കും, എങ്ങനെയാണ് ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നത്? ക്രിസ്തു ആണോ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമാണ് അടുത്ത ഭാഗം. എങ്ങനെ? ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. ഇതാണ് പഥ്യവചനം പറയുന്നത്. ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ ഞാൻ ഇനി ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ഈ നാവിനെ എനിക്ക് വേണ്ടിയിട്ട് തുറന്നേ പറയാം. ഒരു ചെറിയ പാപം എന്നെ വേട്ടയാടാൻ വരുമ്പോൾ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് പാപബോധം നൽകും. എൻ്റെ അകത്തു വന്നിരിക്കുന്നവൻ പരിശുദ്ധനാണ്. അവൻ പാപത്തെ വെറുക്കുന്നത്. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. അവൻ എന്നെ. ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമ്മൾ ദൈവവചനത്തിൽ ആഴമായ സത്യങ്ങളിലേക്ക് പോകാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് വേണ്ടത് ഹല്ലേലൂയ ധർമ്മോപദേശവും അല്ലെങ്കിൽ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും കാര്യങ്ങളൊക്കെ കേട്ടാൽ നമുക്കൊരു ഇളക്കപ്പെരുപ്പം ഉണ്ടാകും. ഞാനും ഈ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിനെ തന്നെ പ്രസംഗിക്കുന്നത്, പക്ഷെ വിശ്വസിച്ച് നീതീകരണ പ്രാവശ്യ കാര്യം ഞാൻ പറയുന്നു. ഹല്ലേലൂയ. അവരെങ്ങനെ ഭൂമിയിൽ ഉണ്ടാക്കിയെന്ന് പറയാനല്ല ബൈബിൾ പറയുന്നത്. അവരെങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കിയെന്ന് പറയാനാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. ഇപ്പം ഞാൻ യേശുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞല്ലോ. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിങ്ങളുടെ ഓരോ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങളുടെ കൈ ഇങ്ങനെ നീണ്ടിരിക്കുന്നത്, നിങ്ങളുടെ നാക്കിങ്ങനെ കിടക്കുന്നത് എവിടം വരെ ഉണ്ട്? ഇങ്ങനെ ചുറ്റി കിടക്കുക, ഒത്തി അടക്കി പിടിച്ച് കിടക്കുക. ഒരു അവസരം ഉണ്ടായിരുന്നാൽ ഹല്ലേലൂയ എന്നിട്ട് പറയുക, ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ മരിച്ചിരിക്കുന്നു. വിശ്വാസമുണ്ടോ നമുക്ക്? വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം നമുക്ക്? ഇപ്പോൾ എൻ്റെ മുൻപിൽ ടൊയോട്ട കാർ വന്ന് കിടക്കും, എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കും. അത് വിശ്വാസം തന്നെ. അത് അവിശ്വാസമല്ല, വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസം താൽക്കാലികമാണ്. എന്നാൽ നിത്യജീവന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ യേശുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. ഈ വിശ്വാസം വരാത്തിടത്ത് മറ്റേ വിശ്വാസം കൊണ്ട് പ്രയോജനമില്ല. ഞാൻ യേശുവിനോട് മരിച്ചു. ജീവിക്കുന്നത് ഞാനല്ല. മരിച്ചു എന്ന് വെറുതെ പറയരുത്. മരിച്ചവനെ ഹല്ലേലൂയ ക്രൂശിൽ യേശു കിടക്കുക. അവസാനം ചെയ്തു, ഒരാൾ വന്നുകൊണ്ട് കുന്തം കൊണ്ട് റോമൻ പടയാളി കുത്തി. കർത്താവ് വല്ലതും പ്രതികരിച്ചോ? നിങ്ങൾ ക്രൂശിക്കപ്പെട്ടിങ്ങനെ കിടക്കുക. അപ്പോഴാണ് പാസ്റ്റ ഇതടയ്ക്കുക. പറഞ്ഞില്ലേ പാസ്റ്റ എന്നെക്കുറിച്ച് നിങ്ങൾ പറയുക. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞില്ലേ ഞാനൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ വല്ലതും മിണ്ടാറുണ്ടോ? ഞാനെല്ലാം സ്വീകരിക്കുക. എനിക്കെന്താ സന്തോഷമാണ്. കാരണം നിങ്ങൾ ഇവിടെ ഈ ലോകത്തിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നൊരു സത്യം അംഗീകരിക്കണം. ഞാൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയാണ് നിങ്ങളെ ആരെങ്കിലും ഒന്ന് പച്ചയായിട്ട് ആക്ഷേപിച്ചെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചത്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ചത്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യും? എന്നെ ആക്കൊണ്ടുവല്ലൊക്കെ ചിന്തിക്കും, എന്നെ ആക്ഷേപിച്ചു, എനിക്കെന്തൊരു വേദന വരുത്തി. നിങ്ങൾക്ക് അങ്ങനെ ചിന്തയുണ്ടോ? നിങ്ങൾ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്ന് താമസിക്കാൻ പറ്റും. ഉയർത്തെഴുന്നേറ്റ യേശു. റോമാലേഖനം 7-ാം അധ്യായം പറഞ്ഞു. ഞാൻ നിർത്തുക. റോമാലേഖനം 7-ാം അധ്യായം പറയുന്നു, എൻ്റെ ഭർത്താവ് ന്യായപ്രമാണമാണ്. ആ ധർമ്മോപദേശം അനുസരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഭർത്താവിനെ കൊല്ലാൻ പറ്റുമോ? ന്യായപ്രമാണത്തെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. ഞാൻ അങ്ങ് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് ജീവിച്ചു. അതാണ് പുതിയ സൃഷ്ടി. രണ്ടാമത് ജീവിച്ചപ്പോൾ എനിക്കൊരു ഭർത്താവിനെ കിട്ടി. ന്യായപ്രമാണം ഇപ്പോൾ ഭർത്താവ്, കൃപയാകുന്ന ഭർത്താവിനെ കിട്ടി.
കൃപയാകുന്ന ഭർത്താവിനെ കിട്ടിയപ്പോൾ ഹല്ലേലൂയ, എനിക്ക് എന്തെല്ലാം സാധിക്കത്തില്ല, അവിടുന്ന് എൻ്റെ ഉള്ളിൽ വന്ന് എനിക്ക്, അതാണ് ഞാൻ വായിച്ചല്ലോ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അതാണ് ഞാൻ കുറിവാക്യമായിട്ട് എൻ്റെ കോണ്ടെക്സ്റ്റ്. ഇതാണ് എൻ്റെ കോണ്ടെക്സ്റ്റ്. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജലത്തിൻ്റെ സാദൃശ്യത്തിൽ പാപനിമിത്തം വഹിച്ചു, ജഡത്തിന് ശിക്ഷ. ജഡത്തിൽ യേശു ശിക്ഷ വിധിച്ചു, യേശുവിന് ശിക്ഷ കിട്ടി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ സ്വതന്ത്രനായി. ന്യായപ്രമാണത്തിന് എന്തെല്ലാം കഴിയത്തില്ല, എന്നെക്കൊണ്ട് സ്നേഹിപ്പിക്കാൻ കഴിയത്തില്ല, എന്നാൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ സഹിച്ചേ. ദൈവം തൻ്റെ പുത്രനെ പാപജലത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തം വഹിച്ചു. പാപത്തിന്, നമ്മുടെ പാപം മുഴുവനും ശിക്ഷിക്കപ്പെട്ടു. പാപം മുഴുവൻ, പാപമാണ് ശിക്ഷിക്കപ്പെട്ടത്. യേശു അവിടെ പറഞ്ഞില്ലേ, പാപത്തിനാണ് ശിക്ഷ കിട്ടിയത്. ഹല്ലേലൂയ. അതിൻ്റെ 3-ാം വാക്യം, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ ആ പ്രസംഗം നിർത്തുകയാണ്. വായിക്കുന്ന ഇങ്ങനെയാണ്: ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന് സാധിച്ചാൽ പാപനിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകട്ടെ. എന്താ ന്യായപ്രമാണം ചോദിച്ച നീതി? ന്യായപ്രമാണം ചോദിച്ച നീതി എന്താ? സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഇതാണ് ന്യായപ്രമാണത്തിൻ്റെ നീതി. ന്യായപ്രമാണം ചോദിച്ച ഒറ്റ നീതിയേ ഉണ്ട്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവിടെ നിങ്ങൾക്ക് ആരെയൊക്കെ കുറ്റം പറയാനുണ്ട്, ആരുടെയൊക്കെ തെറ്റ് പറയാനുണ്ട്? ഹല്ലേലൂയ. ആ തെറ്റ് പറയാനുള്ള വ്യക്തികളെടുത്ത് എന്നിട്ട് അവർക്ക് സ്നേഹം കൊടുക്കാനാണ് ബൈബിൾ പറയുന്നത്. തെറ്റ് ചൂണ്ടിക്കാണിക്കാനല്ല, അവർക്ക് സ്നേഹം കൊടുത്ത് സ്നേഹത്താൽ അവരെ ക്രിസ്തുവിലേക്ക്, ദൈവത്തിൻ്റെ നീതിയാണ് നമുക്ക് ലഭിച്ചത്. എന്താണ് ദൈവത്തിൻ്റെ നീതി എന്നാണ് പൗലോസിൻ്റെ റോമാലേഖനത്തിൻ്റെ വിഷയം. അതാണ് നീതീകരണം, ജസ്റ്റിഫിക്കേഷനാണ്. എന്താണ് ജസ്റ്റിഫിക്കേഷൻ എന്നറിയാമോ? എനിക്ക് കഴിയാഞ്ഞതെല്ലാം യേശു വന്നിട്ടിപ്പം എനിക്ക് കൊലപാതകം ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്? വാക്കുകൊണ്ട്, മുഖം കൊണ്ട്, കണ്ണുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ പൊതിഞ്ഞ് എന്നെ ശിക്ഷിച്ച് ബാലശിക്ഷ നൽകി എന്നെ നേരായി നടത്തുന്നു ദൈവം. എന്തിനായി കെട്ടതാ? എന്തിനായി വേദന? എന്തിനാ ദുഃഖങ്ങൾ? നിന്നെ പത്യോപദേശത്തിലേക്ക് നീ നടത്തപ്പെടണം. നമ്മളൊക്കെ ധാരാളം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ ഭാഗം നമ്മളെ